ഹായ് ഹലോ നമസ്കാരം. ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ചിക്കനിലേക്ക് ഒരു 1.5 സ്പൂൺ തൈര്, നല്ല പുളിയില്ലാത്ത കട്ട തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കി ഇപ്പോൾ ഇതാ പോകുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ പിടിച്ചെന്നേ ഉള്ളേ. അതിനുശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഈസ്റ്റേൻ്റെ സാധാ ചിക്കൻ മസാല ആട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ കുരുമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ കറിയിലേക്ക്. എരിവിന് കുരുമുളകും പച്ചമുളകുമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ മസ്റ്റാർഡ് ഓയിലാട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. മസ്റ്റാർഡ് ഓയിലിൽ ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മുടെ കടുകെണ്ണ, അതിലാണ് ഞാൻ ഈ ചിക്കൻ കറി വെച്ചേക്കുന്നത്. ഈ ഓയിലുണ്ട്, ധൈര്യമായിട്ട് ഈ ഓയിൽ എടുത്തു എന്നിട്ട് ഇതിലുണ്ടാക്കിക്കോ, നല്ല രുചിയാണ്. ഇനി ഇതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാം. വെളിച്ചെണ്ണ മാക്സിമം ഒഴിവാക്കണേ. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന അത്ര രസം ഉണ്ടാവില്ല. അതിന് പകരം ബട്ടർ വേണേൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ആ ബട്ടർ ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരും. ഇനിയിപ്പം വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും ഉണ്ടാക്കി ഒരു കുഴപ്പമില്ല. അതിനുശേഷം അത് നല്ലപോലെ തിരുമ്മി ഞാൻ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നിങ്ങൾ എത്ര നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും. ഞാൻ ഒരു 1.5 മണിക്കൂർ വെച്ചു. പിന്നെ പാൻ വെച്ച് അതേ പാനിലേക്ക് മസ്റ്റാർഡ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നെങ്കിൽ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം സ്പൈസസ് ആയിട്ട് ഒരു 6 കുരുമുളക്, ഏലക്ക 3 എണ്ണം, കറുവ ഒരു കുഞ്ഞ് കഷ്ണം, പിന്നെ ഗ്രാമ്പു, ഇത്രയാണ് സ്പൈസസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി ഇളകി വരും. എന്നാൽ ഒന്ന് മണമൊക്കെ ആയി കരിയാതെ നോക്കണേ. വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് 3 സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുഞ്ഞ് സബോളയായിരുന്നേ. ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിടാൻ ശ്രമിക്കണേ. ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടെ നടുകെ കീറിയിട്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നല്ല പോലെ പേസ്റ്റാക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചതച്ചും അരിഞ്ഞും ഒക്കെ ഇടുന്നതിനേക്കാളും ഈ കറിക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്നത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാട്ടോ. അതുകൊണ്ടാണ് പേസ്റ്റാക്കി ഞാൻ എടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഇളക്കി ഇനി നല്ല പോലെ വഴറ്റി എടുക്കണം. കരിഞ്ഞു പോകണ്ട, നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ശരിക്കും ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ഈ സബോളയൊക്കെ ആ കറിയിൽ അങ്ങ് വെന്ത് അലിഞ്ഞു ചേരും. അതാണ് ടേസ്റ്റ്. പിന്നെ ഇതൊരു 15 കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ കുതിർത്തിട്ടേക്കുക. എന്നിട്ട് ഇതിനി നല്ല പോലെ ഒന്ന് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ആദ്യം ഒന്ന് കറക്കിയെടുക്കും, പിന്നെ അല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കിയെടുക്കും. അപ്പോഴത്തേക്ക് ഇതാ സബോളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഇളക്കി ഇത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. കപ്പലണ്ടി അപ്പോൾ ഒരു 15 എണ്ണം എടുത്തിട്ട് കുതിർത്ത് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചു വെച്ചു. ഇതാണ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും സബോളയൊക്കെ നല്ല പോലെ വാടി ഈ ഒരു പരുവത്തിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കപ്പലണ്ടി അരച്ചു വെച്ച പേസ്റ്റും കൂടെ ഈ സബോളയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവണം ഈ പേസ്റ്റ്. അപ്പോൾ ഈ പേസ്റ്റും കൂടെ ഞാൻ കണ്ടോ നല്ല പോലെ പേസ്റ്റ് ആക്കണേ. കടിക്കാൻ കിട്ടാത്ത പോലെ നല്ലപോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതുകൂടി ഇട്ട് നല്ല പോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴുകി കളയല്ലേ. മിക്സിയുടെ ജാറ് ഒഴിച്ച് ആ വെള്ളം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെറുതെ കളയണ്ട, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1/2 സ്പൂണ്, പിന്നെ ഗരം മസാല. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതിൻ്റെ ഗരം മസാല കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ചിക്കൻ മസാല വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് പൊടികളായിട്ട്. അല്ലാതെ മുളക് പൊടിയൊന്നും നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ആ കപ്പലണ്ടി അരച്ചതൊക്കെ ആ സബോള പിടിച്ച് അതാട്ടോ കാണാതെ. അപ്പോഴത്തേക്ക് ഇത് ചിക്കൻ നല്ല പോലെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നിറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആട്ടോ. പല കളർ ക്യാപ്സിക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഗ്രീനായിട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വെള്ളം കഴുകി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാമെന്ന് കേട്ടോ. കളയണ്ട, നല്ലതാണ്. അപ്പോൾ ചിക്കനിൽ ഇന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ആ ജാറ് കഴുകിയ വെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ക്യാപ്സിക്കവും ചിക്കനും ഈ സബോളയും ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണേ. ഓൾറെഡി ചിക്കൻ നമ്മൾ ഇത്രയും നേരം വെച്ചതുകൊണ്ട് ചിക്കനിൽ ആ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. തൈരൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടേ. എന്നിട്ട് അടച്ച് വെച്ച് നല്ല പോലെ
ഒരു മീഡിയം തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ കറി വെന്തിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്, വേവല്ല നല്ലപോലെ തിളച്ചിട്ടുണ്ട്, അത്യാവശ്യം വെന്തു. ഈ സമയത്ത് ഒരു 3 പച്ചമുളകും കൂടെ ഞങ്ങൾ നടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടുമില്ലല്ലോ, അപ്പം നല്ലൊരു എരിവും ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കൊടുക്കും. എന്നിട്ട് ഇതാ വീണ്ടും അടച്ചു വെച്ച് വീണ്ടും നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്താണെങ്കിലും കസൂരി മേത്തി ചേർത്ത് കൊടുക്കണേ, അതാണ് ഈ കറിക്കൊരു സ്മെല്ലും ഒരു രുചിയൊക്കെ വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഇതാ കസൂരി മേത്തിയും കൂടെ നല്ലപോലെ ചേർത്ത് നമ്മുടെ ഉലുവേല ഉണക്കിയതാട്ടോ കസൂരി മേത്തി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല ആ കപ്പലണ്ടിയൊക്കെ ചേർത്തുകൊണ്ട് ഈ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രുചിയാട്ടോ. രാവിലെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. ഇനി വൈറ്റ് റൈസ് ഇല്ലേ, അതാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു.